ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 52. വൽ ഇംബാഉ, ഇംബാ എന്ന പദം റാവികൾ ഉപയോഗിക്കുന്ന അംബഅനി എന്ന ലഫ്ള് സീഗ മിൻ ഹൈസുൽ ലുഗത്തു വസ്തിലാഹുൽ മുത്തഖദ്ദിമീന, മുത്തഖദ്ദിമീങ്ങളുടെ ഇസ്തിലാഹ് അനുസരിച്ചും ഭാഷ അനുസരിച്ചും രണ്ട് നിലയ്ക്കും ഇംബാ എന്നുള്ളത് ബിമഅനൽ ഇഖ്ബാരി, ഇഖ്ബാറിന്റെ മാനക്കാണ്. അപ്പോ റാവി എന്ത് ചെയ്യുക? അംബഅനി എന്ന് പറഞ്ഞാൽ അഖ്ബറനി. അപ്പോൾ പിന്നെ ഷെയ്ഖ് ഹദീസ് പറഞ്ഞു കൊടുത്തു എന്ന അർത്ഥത്തിനാണ് അംബഅനി എന്ന് പ്രയോഗിക്കുക. പക്ഷേ ഇല്ലാ ഫി ഉർഫിൽ മുതഅഖിരീന, മുതഅഖിരീങ്ങളുടെ ഉറുഫ്, ആ ഉറുഫിൽ ഒഴികെ. മുതഅഖിരീങ്ങളുടെ ഉറുഫിൽ എന്താണ്? ഫഹുവ ലിൽ ഇജാസത്തി, അത് ഇജാസത്തിന് വേണ്ടിയിട്ടാണ്. മുതഅഖിരീങ്ങൾ അംബഅനി എന്ന് പറഞ്ഞാൽ, അംബഅനി ഫുലാൻ എന്ന് പറഞ്ഞാൽ ഇജാസത്ത് കൊടുക്കുന്നത്, പിന്നെ കിട്ടിയതിന് എന്ത് ചെയ്യും? അങ്ങനെ പറയും. ഏതുപോലൊക്കെ അൻഅനത്തിന് മുതഅഖിരീങ്ങളുടെ ഉറുപ്പിൽ എന്താണ്? ഇജാസത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അന്ന് പോലെ എന്ന് പറയാൻ കാരണം അന്നഹ, ഈ അൻഅനത്ത് എന്നുള്ളത് ഫി ഉറുഫിൽ മുതഅഖിരീന ഫിൽ ഇജാസത്തി, മുതഅഖിരീങ്ങളുടെ ഉറുഫിൽ അത് ഇജാസത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ഫി ഉറുഫിൽ മുതഅഖിരീനാന്ന് വീണ്ടും എന്തായി? ലാഹിറാക്കി കൊണ്ടുവന്ന് ലമീറാക്കേണ്ട സ്ഥലമാണ്. കാരണം ഉറുഫിൽ മുതഅഖിരീന മുമ്പ് പറഞ്ഞല്ലോ. പിന്നെ അവിടെ ലാഹിറാക്കിയത് കാരണം ഒരു പിന്നെ മുത്തഖദ്ദിമീനിലേക്ക് ആ ലമീർ മടങ്ങുക എന്ന തുഹമത്തിന് ഉണ്ടായതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അവിടെ ഈ ഉറുഫിൽ മുതഅഖിരീനാന്ന് വീണ്ടും പിന്നെ ലാഹിറാക്കി കൊണ്ടുവന്നത്. അപ്പോൾ മുതഅഖിരീങ്ങളുടെ ഉറുഫിൽ അൻഅനത്ത് ഇജാസത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്താണ് അംബഅനി എന്ന് പറഞ്ഞാലും ഇജാസത്തിന് വേണ്ടിയിട്ടാണ് അവർ പ്രയോഗിക്കുക. പിന്നെ അൻഅനത്തുൽ മുആസിരി, മുആസിറിന്റെ സമകാലികന്റെ അൻഅനത്ത്, അതായത് റാവി അൻ ഫുലാനിൻ എന്നിങ്ങനെ റിവായത്ത് ചെയ്യുമ്പോൾ റാവി പറഞ്ഞാൽ അങ്ങനെ അൻഅനത്ത്, മുആസിറിന്റെ അൻഅനത്ത് മഹ്മൂലത്തുൻ അല സമാഇ, അത് ആ മുഅൻഇന് ആ ഷെയ്ഖിനെ കേട്ടു എന്നതിൻ്റെ മേലെ അംല ചെയ്യപ്പെടുന്നതാണ് സമകാലികനാണെങ്കിൽ. ബിഖിലാഫി ഗൈറിൽ മുആസിരി, അപ്പോൾ മുആസിറിന്റെ അൻഅനത്ത് സമാഇന്റെ മേലെ അംല ചെയ്യപ്പെടുന്നതാണ് മുത്തഖദ്ദിമീങ്ങളുടെ അടുക്കൽ. പക്ഷേ മുതഅഖിരീങ്ങളുടെ അടുക്കൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആ അൻഅനത്ത് ഇജാസത്തിന് വേണ്ടിയിട്ടാണ്. ബിഖിലാഫി ഗൈറിൽ മുആസിരി, എന്നാൽ മുആസിർ അല്ലാത്ത എനിക്കെതിരായിട്ട്, മുആസിർ അല്ലാത്തവൻ്റെത് എന്താകൂല, ആ അൻഅനത്ത് സമാഇന്റെ മേലെ അംല ചെയ്യപ്പെടില്ല. കാരണം ഫഇന്നഹ, ആ മുആസിർ അല്ലാത്തത് അത്തവൻ്റെ അൻഅനത്ത് തക്കൂന് മുർസലത്തൻ, അത് താബി ആണെങ്കിൽ എന്ത് ചെയ്യും? അത് മുർസലാകും. ആ മുഅൻഇന് താബി ആണെങ്കിൽ അപ്പോൾ അവൻ്റെ അൻഅനത്ത് എന്തായി? മുർസലത്താകും. പിന്നെ ഔ മുൻഖത്തിഅത്തൻ, അല്ലെങ്കിൽ താബി അല്ലാത്ത, താബീന് ശേഷമുള്ള ആളുകളാണ് അൻഫുലാൻ എന്ന് പറയുന്ന
റിവായത്ത് ചെയ്യുമ്പോൾ പറയുന്നതെങ്കിൽ എന്താകും, അത് മുൻഖത്തിയത്തും ആവും. അല്ല മുആസിറല്ല, മുആസിർ അല്ലാത്ത ആളുകൾ, താബീന് ശേഷമുള്ള മുആസിർ അല്ലാത്ത സമകാലികരല്ലാത്ത ആളുകൾ എന്ത് ചെയ്തു, അൻഅനത്ത് പറയുമ്പോൾ അത് മുൻഖത്തിയത്താവും. അപ്പോൾ മുആസിറിൻ്റെ അൻഅനത്ത് ഉള്ളു സമാഇൻ്റെ മേലെ അമൽ ചെയ്യപ്പെടുന്നത്. അവിടെ പിന്നെ മുആസിറിൻ്റെ അൻഅനത്തിന് സമാഇൻ്റെ മേല് ചുമത്തപ്പെടുന്നതിന് ഷർത്തുണ്ട്. അത് അപ്പോൾ ഷർത്തു ഹംലിഹ അല സമാഇ, ആ മുആസിറിൻ്റെ അൻഅനത്തിനെ സമാഇൻ്റെ മേലെ അമൽ ചെയ്യുന്നതിനുള്ള ഷർത്താകുന്നത് അത് സുബൂത്തുൽ മുആസറത്തി, മുആസറത്ത് സ്ഥിരപ്പെടണം. പിന്നെ മുആസറത്ത് സ്ഥിരപ്പെട്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, സമാഇൻ്റെ മേലെ അമൽ ചെയ്യപ്പെടുള്ളൂ. മുആസറത്ത് സ്ഥിരപ്പെടുന്നത് എങ്ങനെയാണ്? മുആസറത്ത് സ്ഥിരപ്പെടുക എന്ന് പറഞ്ഞത് ഈ റാവി എന്ത് ചെയ്യുക, പിന്നെ ആരെ തൊട്ടാണോ അവൻ അന്ന് എന്ന സീഗ കൊണ്ട് പിന്നെ റിവായത്ത് ചെയ്യുന്നത്, അപ്പോൾ ആ ആളെ എന്ത് ചെയ്യണം, കണ്ടുമുട്ടണം. ആ ലിഖാഇന് സൗകര്യമുള്ളതോടുകൂടെ മുആസറത്ത് സ്ഥിരപ്പെടണം. അതെങ്ങനെയാണ് സ്ഥിരപ്പെടുന്നത്? അവർ രണ്ടും താരീഖിൽ നിന്ന് ചിലപ്പോൾ അറിയാം. അവർ രണ്ടും എന്താണ്, ഒരു നാട്ടിലാണ് ജീവിച്ചത് എന്ന് പിന്നെ മനസ്സിലാക്കാം. അപ്പോൾ താരീഖ് നോക്കുകയാണ് അത് സ്ഥിരപ്പെടുക. അപ്പോൾ ഇവർ കണ്ടുമുട്ടാനുള്ള ഇംകാൻ ഉണ്ടാവണം. അതില്ലാതെ ഒരു അസറിൽ അവർ രണ്ടുപേരും ജീവിച്ചു എന്നതുകൊണ്ട് എന്താകില്ല, ആ മുആസറത്ത് മതിയാകില്ല. അപ്പോൾ ലിഖാഇന് അത് ഇമാം അവിടെ പറയുന്നുണ്ട്, മാ ഇംകാൻ ലിഖാഇ റാവി ലിമൻ റവാ അൻഹു ബിസിഗത്തി അൻ. അപ്പോൾ അവിടെ ആ ലിഖാൻ ഇംകാൻ ഉള്ളതോടുകൂടെ മുആസറത്ത് സ്ഥിരപ്പെടണം. അല്ലാതെ കേവലം ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു എന്ന് പറഞ്ഞത് മുജറദുൽ പിന്നെ ഉജൂദ് ഉണ്ടായതുകൊണ്ട് മതിയാകില്ല. പിന്നെ എന്നിട്ട് അവിടെ തഹ്ഖീഖ് അൽ-ആസിൽ ഫി തഹ്ഖീഖിൽ മസ്അലത്തി അന്ന ഖൗല റാവി അൻ ഫുലാനിൻ എന്ന് റാവി പറഞ്ഞാൽ യുഹമ്മലു അല സമാഇ, സമാഇൻ്റെ മേലെ അമൽ ചെയ്യപ്പെടും. ഐ യുഅ്തബറു സമാഅൻ, സമാഅത്ത് അത് പരിഗണിക്കപ്പെടുന്നു ബി ഷർത്തൈനി, രണ്ട് ഷർത്ത് കൊണ്ടാണ്. അല്ല ഒരു ഒന്നാമത്തത് അല്ലാ യകൂന റാവി ലദി ഖാല അൻ ഫുലാനിൻ എന്ന് പറയുന്ന റാവി ആകാതിരിക്കണം, മുദല്ലിസ് ആകാതിരിക്കണം. അത് നമ്മുടെ കിതാബിലും വരുന്നുണ്ട്, ഷൈല്ല മിനൽ മുദല്ലിസി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തത് ലിഖാഉഹു ലിമൻ റവാ അൻഹു, ആരത്തൊട്ടാണോ അവൻ റിവായത്ത് ചെയ്യുന്നത് ആ റിവായത്ത് ചെയ്യുന്നതിനായിട്ട് ലിഖാഉം ഉണ്ടാവണം. ഇങ്ങനെ പിന്നെ മുആസറത്ത് സ്ഥിരപ്പെടണം എന്നതാണ് സമാഇൻ്റെ മേലെ അമൽ ചെയ്യാനുള്ള ഷർത്ത്. പക്ഷേ ഇല്ലാ മിനൽ മുദല്ലിസി, മുദല്ലിസിൽ നിന്നായാലൊഴികെ, മുദല്ലിസിൽ നിന്നാണെങ്കിൽ അത് സമാഇൻ്റെ മേലെ അമൽ ചെയ്യപ്പെടില്ല. അപ്പോൾ ഇന്നഹ ലൈസത്ത് മഹ്മൂലത്തൻ അല സമാഇ, ആ മുദല്ലിസിൻ്റെതാകുമ്പോൾ പിന്നെ അത് സമാഇൻ്റെ മേലെ എന്ത് ചെയ്യില്ല, പിന്നെ അമൽ ചെയ്യപ്പെടില്ല. മുദല്ലിസിൻ്റെ അന്നനത്തിന് സമാഇൻ്റെ മേലെ അമൽ ചെയ്യപ്പെടില്ല. മുദല്ലിസ് എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, പിന്നെ നേരെ ശൈഖന്മാരെ കളഞ്ഞുകൊണ്ട് പറയുന്ന ആള് അതാണ് മുദല്ലിസ് എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ മുദല്ലിസിൻ്റെ അന്നനത്താണെങ്കിൽ സമാഇൻ്റെ മേൽ അമൽ ചെയ്യപ്പെടുകയില്ല. അപ്പോൾ ഇവിടെ പിന്നെ മുആസറത്ത് സ്ഥിരപ്പെടുക എന്നതാണ് പറഞ്ഞത് ഷർത്ത്. എന്നാൽ വഖീല പറയപ്പെട്ടു യുസ്തർതു ഫി അംലി അൻഅനത്തിൽ മുആസിരി, മുആസിറിൻ്റെ അൻഅനത്തിനെ അംലി ചെയ്യുന്നതിൽ ഷർത്താക്കപ്പെടും. അല സമാഇ, സമാഇൻ്റെ മേലെ അംലി ചെയ്യുന്നതിൽ ഷർത്താക്കപ്പെടും. സുബൂത്തു ലിഖാഇഹിമ, അവർ രണ്ടുപേരും കണ്ടുമുട്ടി എന്നത് സ്ഥിരപ്പെടണം, അവരുടെ ലിഖാഇ സ്ഥിരപ്പെടണം എന്ന് സ്ഥിരപ്പെടൽ ഷർത്താണ് എന്ന് രഖീല. ഐ ഷെയ്ഖു ലിഖായിമ എന്ന് പറഞ്ഞാൽ ഐ ഷെയ്ഖി വറാവി അൻഹു,
പിന്നെ ഷെയ്ഖും ആ ഷെയ്ഖിനെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന റാവിയും ഇവർ രണ്ടും തമ്മിൽ ലിഖാ സ്ഥിരപ്പെടണം. വലവ് മറത്തൻ, അത് ഒരു പ്രാവശ്യമാണെങ്കിലും ശരി, ഒരു പ്രാവശ്യമാണെങ്കിലും തമ്മിൽ കണ്ടുമുട്ടണം. അത് ഈ കണ്ടുമുട്ടുക എന്നുള്ളത് പിന്നെ ഏതെങ്കിലും ഒരു സനദിൽ എന്ത് ചെയ്തു, അയാളെ കേട്ടു എന്നുകൊണ്ട് ശരിയാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടുമുട്ടൽ വേണം എന്നതാണ് പിന്നെ ഖീലക്കാർ പറയുന്നത്. അതാ മറത്തൻ വലോ മറത്തൻ വാഹിദത്തൻ. അതെന്തിനാണ് ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ലിഖാ സ്ഥിരപ്പെടണമെന്ന് പറയാൻ കാരണം, ലിയഹ്സുലൽ അംനു മിൻ ബാഖി മുഅൻഇനിഹി, ആ റാവിയുടെ മറ്റ് പിന്നെ അൻഅനത്തുകളൊക്കെ ആ അൻഅനത്തിൽ നിന്ന് പിന്നെ നിർഭയത്വം കരസ്ഥമാകാൻ വേണ്ടി. എന്തിനെ തൊട്ടുള്ള നിർഭയം? അൻ ഖൗലിഹി മിനൽ മുർസലിൽ ഖബീ, അത് മുർസൽ ഖബീ ആകാനുള്ള ഇഹ്തിമാലിനെ തൊട്ട് നിർഭയത്വം കരസ്ഥമാകാൻ വേണ്ടിയിട്ട്. മുർസൽ ഖബീ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് അതിൻ്റെ തരീവ് പറഞ്ഞിരുന്നു. പിന്നെ സമകാലികനാണ്, ആ സമകാലികൻ പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, ലിഖാ അറിയപ്പെട്ടിട്ടില്ല. അപ്പം ലിഖാ അറിയപ്പെടാത്ത മുആസിർ എന്ത് ചെയ്യുന്നു, പിന്നെ റിവായത്ത് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മുർസൽ ഖബീ എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ആ മുർസൽ ഖബീ ആകാൻ സാധ്യത, ആ സാധ്യതയെ തൊട്ടുള്ള നിർഭയത്വം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടു എന്ന് സ്ഥിരപ്പെടണം എന്നാണ് ഇപ്പം ഖീലക്കാർ പറഞ്ഞത്. 4 മുസന്നിഫ് പറയാണ് വഹുവൽ മുഖ്താറു, ആ ഖീല പറഞ്ഞ ഈ ഖീലയാണ് മുഖ്താറായ അഭിപ്രായം. തബഅൻ ലി അലി ഇബ്നുൽ മദീനി വൽ ബുഖാരി വഗൈരിഹിമ മിനൻ നുഖാദി, നിരൂപകരായ പിന്നെ ബുഖാരി ഇമാമും അലിയുൽ മദനിയും അവർ രണ്ടും അല്ലാത്തവരെ പോലെ ഉള്ളവരോട് താബിയായിട്ട് മുഖ്താറായ അഭിപ്രായം ഈ പറഞ്ഞതാണ്, ഒരു പ്രാവശ്യമെങ്കിലും ആ ഷെയ്ഖും റാവിയും തമ്മിൽ ലിഖാ സ്ഥിരപ്പെടുക എന്നതാണ്. എങ്കിലേ ആ മുആസിറിന്റെ അന്വനത്തിനെ സമാഇന്റെ മേലെ അമ്പ് ചെയ്യൂ. പിന്നെ ഇനി വഅത്ലഖു അൽ മുശാഫഹത, ഈ മുതഅഖിരീങ്ങളായ മുഹദ്ദിസീങ്ങൾ അവര് പറഞ്ഞു ഇത്ലാഖാക്കി ഫിൽ ഇജാസത്തി അൽ മുശാഫഹത, മുശാഫഹത്തിനെ അവര് ഇത്ലാഖാക്കി എന്തിൽ, ഫിൽ ഇജാസത്തിൽ മുതലഫളി ബിഹ, ആ ഇജാസത്ത് കൊണ്ട് മൊഴിയപ്പെടുന്നതായ ഇജാസത്തിൽ. അപ്പം തലഫുളായ ഇജാസത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആ മുശാഫഹത്തിനെ അവർ പറയുന്നത്. എങ്ങനെ? ഇത്ലാഖാക്കി തജവൂസൻ, മജാസൻ നിലയ്ക്ക്. അതായത് പിന്നെ അഖ്ബറന ഫുലാനുൻ മുശാഫഹത്തൻ, അല്ലെങ്കിൽ ഷാഫഹനി ഫുലാനുൻ ബിക്കഥ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇജാസത്തിനാണ്. പിന്നെ മജാസായിട്ട് ഇജാസത്തിന് വേണ്ടിയിട്ട് മുതഅഖിരീങ്ങൾ അതിനെ പ്രയോഗിക്കും. അപ്പം അഖ്ബറന ഫുലാനും മുശാഫഹത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇജാസത്ത് കൊടുത്തു എന്നതിനാണ് അങ്ങനെ പറയുന്നത്. അതിന് ഷാഫഹനി ഫുലാനും ബിക്കഥ. അപ്പം മജാസായിട്ട് പിന്നെ ഈ മുശാഫഹത്തിനെ എന്ത് ചെയ്യും, ഇജാസത്തിൽ പ്രയോഗിക്കും. സാധാരണ മുശാഫഹത്ത് എന്ന് പറഞ്ഞാൽ വായിൽ നിന്ന് വായിലേക്ക് നേരിട്ട് ഹദീസ് പറഞ്ഞു കൊടുക്കുന്നതിനാണ് മുശാഫഹത്ത് എന്ന് പറയുക. അപ്പോൾ അതിൽ നിന്ന് മാറി മജാസായിട്ട് ഇജാസത്തിൽ എന്ത് ചെയ്യും, അതിനെ അവർ പ്രയോഗിക്കും മുതഅഖിരീങ്ങൾ. അപ്പോൾ കഥ ഇപ്രകാരം തന്നെ മുക്കാത്തബത്ത് എന്നതിനെയും എന്ത് ചെയ്യും, അവർ ഇപ്രകാരം പ്രയോഗിക്കും. ഫിൽ ഇജാസത്തിൽ മക്തൂബി അലൈ ബിഹ, ഇജാസത്ത് കൊണ്ട് എഴുതപ്പെടുന്നതായ ഇജാസത്തിൽ മുക്കാത്തബത്തിനെ അവർ പ്രയോഗിക്കും. അതായത് പിന്നെ അഖ്ബറന ഫുലാനുൻ മുക്കാത്തബത്തൻ, അതുപോലെ കാത്തബനി ഫുലാനുൻ ബിക്കഥ എന്നൊക്കെ ഇജാസത്ത് കൊടുക്കുന്നതിന് പിന്നെ അങ്ങനെ ഇജാസത്ത് കിട്ടിയതിന് അങ്ങനെ പറയും. അപ്പോൾ സാധാരണ മുക്കാത്തബത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹദീസിനെ താലിബിനിക്ക് എഴുതി കൊടുക്കുന്നതിനാണ് മുക്കാത്തബത്ത് എന്ന് പറയുക. കാത്തബനി ഫുലാനും ബിക്കഥ എന്നൊക്കെ പറഞ്ഞാൽ ഹദീസ് പിന്നെ ഷെയ്ഖ് താലിബിന് ഹദീസ് എഴുതി കൊടുത്തു എന്നതിനാണ് പറയുക. പക്ഷേ ഇജാസത്ത് കൊടുത്തതിന് ഇങ്ങനെ മജാസായിട്ട് എന്ത് ചെയ്യും, പ്രയോഗിക്കും.
അത് മുത്തഅഖിരീങ്ങൾ അവരങ്ങനെ ഇത്ലാഖാക്കിയിട്ടുണ്ട്. വഹുവ മൗജൂദുൻ ഫി ഇബാറത്തി കസീരിൻ മിനൽ മുതഅഖിരീന. അങ്ങനെ ഈ മുഖാത്തബത്ത് ഇജാസത്തിന് വേണ്ടി പ്രയോഗിക്കുന്നത് മുതഅഖിരീങ്ങളിൽ നിന്ന് അധികം ആളുകളുടെയും ഇബാറത്തിൽ എത്തിക്കപ്പെട്ടിട്ടുണ്ട്. ബി ഖിലാഫിൽ മുതഖദ്ദിമീന, എന്നാൽ മുതഖദ്ദിമീങ്ങൾക്ക് എതിരായിട്ട് അവർ അവർ ഇന്നമാ യുത്ലിഖൂനഹ, അവരാ മുഖാത്തബത്തിനെ പറയുന്നത് ഫീമ കതബ ബിഹി ഷെയ്ഖ് ഉണ്ടോ, ഫീമ കതബ ബിഹി ഷെയ്ഖു മിനൽ ഹദീസി, ഷെയ്ഖ് ഹദീസിനെ എഴുതി കൊടുക്കുന്ന ഒന്നിലാണ്. ഇല താലിബിലേക്ക് എഴുതി കൊടുക്കുന്നതിനേക്കാണ് കാത്തബനി എന്ന് പറയുക, മുഖാത്തബത്തിനെ പ്രയോഗിക്കുന്നത്. സവാഉൻ അദിന ലഹു ബി റിവായത്തിഹി, ആ ഷെയ്ഖ് ആ താലിബിന് സമ്മതം കൊടുക്കട്ടെ, റിവായത്ത് ചെയ്യാൻ സമ്മതം കൊടുക്കട്ടെ, അംല സമ്മതം കൊടുക്കാതിരിക്കട്ടെ, രണ്ടും സമമാണ്. ഏതായാലും സമ്മതം കൊടുത്താലും സമ്മതം കൊടുത്തില്ലേലും ഹദീസ് എഴുതി താലിബിന് കൊടുക്കുന്നതിനാണ് മുഖാത്തബ് എന്ന് പറയാം. അല്ലാതെ ലാ ഫീമ ഇദാ കതബ ഇലൈഹി ബിൽ ഇജാസത്തി ഫഖത്ത്, അല്ലാതെ വെറും ഇജാസത്ത് വേണ്ടിയിട്ട് എഴുതിയാലുള്ള ഒന്നിലല്ല മുഖാത്തബത്ത് എന്ന് പ്രയോഗിക്കുക. അതിൽ മാത്രമല്ല മുത്തഖദ്ദിമീങ്ങളുടെ അടുക്കൽ. ഇനി അൽ മുന വസ്തറത്തു, അവര് ഷർത്താക്കി, അവർ എന്ന് പറഞ്ഞാൽ മുഹദ്ദിസീങ്ങളിൽ നിന്ന് ജുംഹൂർ, ഓർസിമാവോടെ എഴുതി യാനി ജുംഹൂറുൽ മുഹദ്ദിസീന, മുഹദ്ദിസീങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഷർത്താക്കി ഫീ സിഹ്ഹത്തി റിവായത്തി ബിൽ മുനാവലത്തി, മുനാവലത്ത് കൊണ്ടുള്ള റിവായത്ത് സഹിയാകുന്നതിന്, മുനാവലത്ത് അനുസരിച്ച് റിവായത്ത് ചെയ്യണമെങ്കിൽ, ആ റിവായത്ത് സഹിയാകണമെങ്കിൽ അവർ ഷർത്താക്കി. മുനാവലത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ഖിന് എന്ത് ചെയ്യുക, കയ്യിലേക്ക് കിതാബ് എടുത്തു കൊടുക്കുക, അതിൻ്റെ സൂറത്ത് ശേഷം പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഷെയ്ഖ് ഇങ്ങോട്ട് എടുത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ ഷെയ്ഖിന് അങ്ങോട്ട് എടുത്തു കൊടുക്കുകയോ ചെയ്യുക, ഇങ്ങനത്തെ രീതിയാണത്. അപ്പോൾ ആ മുനാവലത്ത് ഉണ്ടായാൽ, ആ മുനാവലത്ത് അനുസരിച്ച് പിന്നെ റിവായത്ത് സഹിയാകണമെങ്കിൽ ഷർത്താക്കി ഇഖ്തിറാനഹ, ആ മുനാവലത്ത് യോജിക്കണം. എന്തുകൊണ്ട് യോജിക്കണം? ബിൽ ഇതിനി ബിൽ റിവായത്തി, റിവായത്ത് കൊണ്ടുള്ള സമ്മതത്തിനോട് യോജിച്ചു വരണം, അന്വരിക്കണം. ഷെയ്ഖ് റിവായത്ത് കൊണ്ടുള്ള സമ്മതവും കൂടി ആ മുനാവലത്തിനോടൊപ്പം യോജിക്കണമെന്നാണ് അവർ ഷർത്താക്കിയത്. വഹിയ, ഈ മുനാവലത്ത് ഇതാ ഹസല ഹാദ ഷർത്തു, ഈ പറഞ്ഞ ഷർത്തൊക്കെ കരസ്ഥമായാൽ, അതായത് റിവായത്ത് കൊണ്ടുള്ള സമ്മതവും കൂടി അതിനോട് ഇഖ്തിറാനായി, അങ്ങനെ ഉണ്ടായാൽ ഈ മുനാവലത്ത് ആണ് അത് അർഫു അൻവാഇൽ ഇജാസത്തി, ഇജാസത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഏറ്റവും ഉയർന്ന രൂപമാണ് ഈ മുനാവലത്ത്. ഹദീസ് റിവായത്ത് ചെയ്യാൻ സമ്മതം കൊടുക്കുന്ന ഇനത്തിൽ ഏറ്റവും ആയതാണ്. അതെന്തുകൊണ്ട്? ലിമാ ഫീഹാ മിന തഅയീനി വ തശ്ഖീസി, അതിൽ ഈ സമ്മതം കൊടുക്കപ്പെടുന്ന കിതാബിനെ തഅയീനാക്കൽ ഉള്ളതുകൊണ്ട്, ആ തഅയീനാക്കൽ ഉള്ള കാരണം കൊണ്ട് അത് ഏറ്റവും ആയതാണ്. സൂറത്തുഹ, ഇങ്ങനെ മുനാവലത്ത് ചെയ്യുന്നതിന്റെ സൂറത്ത്, അതിന്റെ രൂപം, ഷെയ്ഖു അസ്ലഹു, ഷെയ്ഖ് എന്ത് ചെയ്യുക, ആ കിതാബിന്റെ അസ്ലി കിതാബിനെ എടുത്തു കൊടുക്കുക. ഔ മാ ഖാമ മഖാമഹു, അല്ലെങ്കിൽ അസ്ലി കിതാബ് അല്ല, അല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതായ ഒന്നിനെ എടുത്തു കൊടുക്കുക. ആർക്കിൽ? താലിബിന് അങ്ങോട്ട് എടുത്തു കൊടുക്കുക. അല്ലെങ്കിൽ ഔ യുഹിളിറ താലിബു, അല്ലെങ്കിൽ താലിബ് ഹാദിറാക്കുക അൽ അസ്ല ലി ഷെയ്ഖി, അസ്ലി കിതാബിനെ എന്ത് ചെയ്യുക, ഷെയ്ഖിന് ഉണ്ടെന്ന് കൊണ്ടുവന്ന് കൊടുക്കുക. ഷെയ്ഖിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറയുക, ഇത് നിങ്ങളുടെ റിവായത്താണ്, അതുകൊണ്ട് അതെനിക്ക് തരിക, എന്നിട്ട് എനിക്ക് അതുകൊണ്ട് ഇജാസത്തും തരിക എന്ന് ഷെയ്ഖിനോട് അങ്ങോട്ട് കൊണ്ടിട്ട് പറയുക. അപ്പോൾ ഇത് ഷെയ്ഖിൻ്റെ ഹദീസുകളാണ് എന്ന് പറഞ്ഞിട്ട് കിതാബ് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുക. ഇങ്ങനത്തെ രൂപം. എന്നിട്ട് യഖൂലു ലഹു,
ഫി സൂറത്തേന്, ഈ രണ്ട് സൂറത്തിലും എന്ത് ചെയ്യുക, എന്നിട്ട് ഇവൻ പറയുക, കാര്യം ഈ ഷെയ്ഖ് പറയും, ആദാ റിവായത്തി അൻ ഫുലാൻ, ഇത് എൻ്റെ റിവായത്താണ്, ഫുലാൻ ഇന്ന ഫുലാനെ തൊട്ടുള്ള എൻ്റെ റിവായത്താണ്, അതുകൊണ്ട് ഫർവിഹി അന്നി, എന്നെ തൊട്ട് നീ അത് റിവായത്ത് ചെയ്യുക, പിന്നെ എന്നെ തൊട്ട് നീ അത് റിവായത്ത് ചെയ്യുക എന്ന് ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുക. ഇതാണിപ്പോൾ ഈ മുനാവലത്ത് എന്ന് പറഞ്ഞ രൂപം. വശറുത്തുഹു ഐലൻ, വീണ്ടും അതിൻ്റെ ഷെർത്ത്, ഈ മുനാവലത്തിൻ്റെ പിന്നെ നേരത്തെ ഒരു ഷെർത്ത് പറഞ്ഞല്ലോ, ഇതിന് റിവായത്ത് കൊണ്ടുള്ള ഇതിനോട് പിന്നെ മുക്തരനാകണം എന്ന് പറഞ്ഞ ഷെർത്തിനോടൊപ്പം തന്നെ മറ്റൊരു ഷെർത്ത്, ഐ യുംകിനഹു മിൻഹു, ആ താലിബിനിക്ക് എന്ത് ചെയ്യുക, ഈ ഷെയ്ഖ് സൗകര്യം ചെയ്തു കൊടുക്കണം, ആ കിതാബിന് സൗകര്യം ചെയ്തു കൊടുക്കണം. എങ്ങനെ? ഇമ്മാ ബി തംലീഖി, ഒന്നെങ്കിൽ അതിനെ മിൽക്കാക്കി കൊടുക്കുക, ഔ ബിൽ ആരിയത്തി, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ വായ്പയ്ക്ക് കൊടുക്കുക. പിന്നെ എന്തിനു വേണ്ടി? ലി യൻഖുല മിൻഹു, ആ കിതാബിൽ നിന്ന് ആ താലിബ് അതിനെ നഖ്ലി ചെയ്യാൻ വേണ്ടിയിട്ട്, വയുഖാബില അലൈഹി, അതിൻ്റെ മേൽ ഇഖ്ബാർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പിന്നെ താലിബിന് അതിന് തംകീൻ ചെയ്തു കൊടുക്കണം എന്ന ഷർത്തും കൂടിയുണ്ട്. വയില്ല, ഇനി അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, പിന്നെ ഈ പറഞ്ഞ സമ്മതവും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല, ഇല്ല എന്ന് പറഞ്ഞാൽ അതായത് അതിൽ നിന്ന് ബദൽ പറയാണ്, ഇന്നാവലഹു, ആ ഇല്ല എന്റെ ബദലാണ്, ഇന്നാവലഹു, ഇനി ആ പിന്നെ ഷെയ്ഖ് എന്ത് ചെയ്തു, ഷെയ്ഖിന് ആ കിതാബ് എടുത്തു കൊടുത്തു, വസ്തറദ്ദ ഫിൽ ഹാലി, ആ അന്നേരം തന്നെ എന്ത് ചെയ്തു, അതിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്ത് ചെയ്തിട്ടില്ല, സമ്മതവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആയാൽ ഫലാ യതബയ്യനു ലഹാ സിയാദത്തു മസിയത്തിന്, അപ്പോൾ പിന്നെ അതിന് കൂടുതൽ ശ്രേഷ്ഠതയൊന്നും അതുകൊണ്ട് പിന്നെ ലാഹിറാകൂല. എന്തിനേക്കാൾ? അലൽ ഇജാസത്തിൽ മുഅയ്യനത്തി, മുഅയ്യനത്തായ ഇജാസത്തിനേക്കാൾ കൂടുതൽ മസിയത്തൊന്നും അതിന് ഇല്ല. പിന്നെ ഇവിടെ മറ്റൊരു നുസ്ഖയിലുള്ളത് ഫലാ യതബയ്യനു അർഫഇയ്യതഹു എന്നാണ്. അങ്ങനെ നുസ്ഖയുണ്ട്, ഫലാ യതബയ്യനു അർഫഇയ്യതഹു. അപ്പോൾ ആ രൂപത്തിന് ഇജാസത്ത് ഇല്ലാതെ, റിവായത്തിന് സമ്മതം ഇല്ലാത്ത നിലയ്ക്ക് ഈ മുനാവലത്തുണ്ടായാൽ അതിൻ്റെ അർഫഇയ്യത്ത് തബയ്യനാകുകയില്ല. പക്ഷേ ലാക്കിൻ ലഹ സിയാദത്തു മസിയത്തിൻ അലൽ ഇജാസത്തിൽ മുഅയ്യനത്തി, മുഅയ്യനത്തായ ഇജാസത്തിനേക്കാളും ഒരു സിയാദത്ത് മസിയത്തുണ്ട്, പിന്നെ മസിയത്ത് ഒരു പിന്നെ മർത്തബയുടെ സിയാദത്ത് ഉണ്ട് എന്ന് അങ്ങനെ ഒരു പിന്നെ നുസ്ഖയുണ്ട്. ആ നുസ്ഖ ഉർസിമാമ് അതിനെ കുറിച്ച് പറഞ്ഞിട്ട്, വല്ല ഇബാറത്തു അലൈഹ ഖൽഖത്തുൻ, ആ ഇബാറത്തിലൊരു കെട്ടിക്കണക്കലുണ്ട് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അവിടെ ആ ഇസ്തിറാക്കിൻ്റെ പിന്നെ ചെയ്തത് ശരിയായില്ല, എടുത്തില്ല, ലാക്കിന്നെ കൊണ്ട് ഇസ്തിറാക്ക് ഇട്ടത് ശരിയായില്ല, അത് രൂപം തവജ്ജുഹ് ആകില്ല എന്നൊക്കെ പിന്നെ ഉർസിമാമ് അവിടെ പറയുന്നുണ്ട്. ഏതായാലും പിന്നെ ഈ പറഞ്ഞ പിന്നെ നുസ്ഖയിൽ ഫലാ യതബയ്യനു ലഹാ സിയാദത്തു മസിയത്തിൻ അലൽ ഇജാസത്തിൽ മുഅയ്യനത്തി, മുഅയ്യനായ ഇജാസത്തിനേക്കാൾ ഒരു കൂടുതൽ മസിയത്തൊന്നും അപ്പോൾ അതിന് ലാഹിറാകൂല. കാരണം അവിടെ റിവായത്ത് കൊണ്ടുള്ള ഇതിനില്ലാതെ വെറും കിതാബ് എടുത്തു കൊടുക്കുക എന്നത് മാത്രമാണ് അവിടെ ഉണ്ടായത്. വഹിയ, ഈ ഇജാസത്ത് മുഅയ്യനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വഹിയ, ആ ഇജാസത്തുൽ മുഅയ്യനത്ത് എന്ന് പറഞ്ഞാൽ ഐ യുജീസഹു ഷെയ്ഖു, ഷെയ്ഖ് ആ താലിബിന് സമ്മതം കൊടുക്കുക, ബി റിവായത്തി കിതാബിൻ മുഅയ്യനിൻ, മുഅയ്യനായ ഒരു കിതാബിന് റിവായത്തിൽ, ഇന്ന കിതാബും ബുഖാരി, ആ ബുഖാരി എന്താണ് റിവായത്ത് ചെയ്യാൻ സമ്മതം കൊടുത്തു. എന്നിട്ട് വയുഅയ്യന ലഹു കൈഫിയത്ത റിവായത്തിഹി ലഹു, ആ അതിനെ റിവായത്ത് ചെയ്യുന്നതിൻ്റെ രൂപവും തയ്യിനാക്കി കൊടുത്തു, ഇന്ന രീതിയിൽ റിവായത്ത് ചെയ്യുക. ഈ കൈഫിയത്ത റിവായത്തി ഷെയ്ഖി അൽ മുജീസി ബിദാലിക്കൽ അസ്ലി, ആ പിന്നെ ഇജാസത്ത് കൊടുക്കുന്ന ഷെയ്ഖ്
ആ അസ്ലി കിതാബിനെ റിവായത്ത് ചെയ്തത് എങ്ങനെയാണ് എന്ന് ഒക്കെ തഈനാക്കി കൊടുക്കുക. ഇതിനാണ് ഈ മുഅയ്യനായ ഇജാസത്ത് എന്ന് പറയുന്നത്. ആ ഇജാസത്തിനേക്കാളും കൂടുതൽ മസിയത്ത് ഇപ്പൊ ഈ മുനാവലത്തിന് ഇല്ല എന്നാണ് പറഞ്ഞത്. വൈദാ ഖലത്തിൽ മുനാവലത്തു അനിൽ ഇതിനി, ഇപ്പൊ പറഞ്ഞ ഈ മുനാവലത്ത് ഈ പിന്നെ ഇതിനെ തൊട്ട് ഒഴിവായാൽ ലം യുതബർ ബിഹാ ഇൻദൽ ജുംഹൂരി, ഭൂരിഭാഗം പിന്നെ മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ അത് പരിഗണിക്കയില്ല എന്നാണ്. എന്നാൽ വജനഹ മനിയതബറ, പിന്നെ അതിനെ പരിഗണിക്കും എന്ന് പറഞ്ഞ ആളുകൾ അവര് ചാഞ്ഞു. വജനഹ മനിയതബറഹ, അതിനെ പരിഗണിക്കും. ഈ ഇതിന് ഇല്ലാത്ത, ഇതിനെ തൊട്ട് ഖാലിയായ മുനാവലത്ത്, ആ മുനാവലത്തിനെ ഏത്തിബാർ ചെയ്യുമെന്ന് പറഞ്ഞ ആളുകൾ എന്ത് ചെയ്തു? ചാഞ്ഞു. എന്തിലേക്ക്? ഇലാ അന്ന മുനാവലത്തഹു ഇയാഹു, ആ പിന്നെ ഷെയ്ഖ് പിന്നെ ആ താലിബിനിക്ക് എന്ത് ചെയ്യുക? അതിനെ എടുത്തു കൊടുക്കുക എന്നുള്ളത് തഖൂമു മഖാമ ഇർസാലിഹി ഇലൈഹി ബിൽ കിതാബി, കിതാബ് കൊണ്ട് ആ തന്നെ താലിബിലേക്ക് കൊടുത്തയക്കുന്ന മക്കാമിലാണ്. മിൻ ബലദിൻ ഇലാ ബലദിൻ, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കൊടുത്തയക്കുന്നത് അതിൻ്റെ മക്കാമിലാണ് എന്നതിലേക്കാണ് എന്ത് ചെയ്തത്? പിന്നെ ഈ അത് പരിഗണിക്കുമെന്ന് പറഞ്ഞ ആളുകൾ ചാഞ്ഞത്. ഇനി വഖദ് ദഹബ ഇലാ സിഹത്തി റിവായത്തി ബിൽ കിതാബിൽ മുജറദത്തി, വെറും പിന്നെ കിതാബത്തിൽ മുജറദത്തി, വെറും കിതാബത്ത് കൊണ്ട് റിവായത്ത് സഹിയാകുമെന്നതിലേക്ക് പിന്നെ പോയി. ജമാഅത്ത് മിനൽ അഇമ്മത്തി, അയിമത്തിൽ നിന്ന് ഒരു വിഭാഗം പിന്നെ അങ്ങനെ മുജറദായ കിതാബത്ത് കൊണ്ട് റിവായത്ത് സഹിയാകും എന്നതിലേക്ക്. വലൗലം യഖ്തർന ദാലിക ബിൽ ഇദ്നി ബി റിവായത്ത്, അതിന് ഈ റിവായത്ത് കൊണ്ടുള്ള സമ്മതമൊന്നും അതിനോട് പിന്നെ അന്വരിച്ചിട്ടില്ല എങ്കിലും ശരി, പിന്നെ അത് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി, അപ്പോൾ അത് നോക്കിയിട്ട് റിവായത്ത് ചെയ്യാം എന്നാണ് അയിമത്തിൽ നിന്ന് ഒരു വിഭാഗം പറയുന്നത്. കാന്നഹും ഇക്തഫൗ ഫീ ദാലിക ബിൽ ഖരീനത്തി, അപ്പോൾ അവർ അതിൽ ഈ റിവായത്ത് ചെയ്യാനുള്ള സമ്മതം എന്നുള്ളത് അവർ കരീനത്ത് കൊണ്ട് അത് മതിയാക്കി എന്നതാണ്. അന്നഹും ഇക്തഫൗ ഫീ ദാലിക, അതിലവർ മതിയാക്കി. ബിൽ കരീനത്തി, കരീനത്ത് കൊണ്ട് മതിയാക്കി. എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയാണ് വലം യൽഹർ ലി ഫർഖുൻ, എന്നാൽ എനിക്ക് ലാഹിറായിട്ടില്ല ഫർഖുൻ ഖവിയ്യൻ, ഒരു ഖവിയായ ഒരു വ്യത്യാസമൊന്നും ലാഹിറായിട്ടില്ല. ബൈന മുനാവലത്തി ഷെയ്ഖി മിൻ യദിഹി ലി താലിബി, ഷെയ്ഖ് സ്വന്തം കൈകൊണ്ട് താലിബിന് എടുത്തു കൊടുക്കുന്നതിൻ്റെ ഇടയിലും ബൈന ഇർസാലിഹി ഇലൈഹി ബിൽ കിതാബി, കിതാബ് ഷെയ്ഖ് ആ താലിബിലേക്ക് കൊടുത്തയക്കുന്നതിൻ്റെയും മിൻ മൗദിൻ ഇലാ ആഖറ, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊടുത്തയക്കുന്നതിൻ്റെയും ഇടയിൽ ഒരു ഖവിയായ ഫർക്കൊന്നും എനിക്ക് ലാഹിറായിട്ടില്ല. എപ്പോൾ ഇതാ ഖല കുല്ലു മിൻഹുമാനിൽ ഇതിനി, രണ്ടും ഇതിനിൽ നിന്ന് ഖാലിയായാൽ. അപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ പിന്നെ ഇതിന് വേണം എന്ന് ചെറുത്താണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ പറഞ്ഞ ചെറുത്തൊന്നും ഇല്ല എങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു കവിയായ ഫർക്കൊന്നും എനിക്ക് ലാഹിറാകുന്നില്ല എന്ന് ഇബ്നു ഹജർ തങ്ങൾ. അപ്പം ചുരുക്കി പറഞ്ഞാൽ അപ്പം ഇതിനില്ല എങ്കിലും പിന്നെ ആ മുനാവലത്ത് കൊണ്ട് എന്ത് ചെയ്യാം? റിവായത്ത് ചെയ്യാം എന്നാണ് ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായത്തിൽ മനസ്സിലാവുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്.